ഇന്ന് ടാറ്റയ്ക്കെതിരെ ചൂണ്ടിയ വിരലുകൾ നാളെ നാടിനെതിരെ ചൂണ്ടപ്പെടാതിരിക്കാനുള്ള കരുതലായിരുന്നു എൻ്റെ വാക്കുകളെന്ന് സുപ്രീം കോടതി അഭിഭാഷകൻ അഭിലാഷ് എം ആറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്റ്റുഡിയോ ബഹിഷ്കരണത്തെ അപലപിച്ചുകൊണ്ട് അഭിലാഷ് എം ആർ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിന് സജി മാർക്കോസ് നൽകിയ പ്രതികരണത്തിന് മറുപടിയായിട്ടായിരുന്നു പോസ്റ്റ്. സാധാരണക്കാരായ മനുഷ്യരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് റോഡിലിറക്കുന്നത് പ്രതിഷേധാർഹമാവുന്നത് ഇന്ത്യയുടെ സുരക്ഷിത താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് അഭിലാഷ് പറയുന്നത്. മിസ്റ്റർ മർക്കോസ്, സ്റ്റുഡിയോ ബഹിഷ്കരണത്തെ അപലപിച്ചുകൊണ്ട് ഞാൻ രചിച്ച ഹ്രസ്വമായ കുറിപ്പിന് മറുപടിയായി താങ്കൾ സ്വന്തം ഫേസ്ബുക്ക് പേജിലിട്ട പ്രതികരണത്തിലുള്ള മറുപടി ഞാൻ താഴെ കൊടുക്കുന്നു. നിങ്ങൾ പറയുകയുണ്ടായി, ഇന്ത്യ അല്ല ടാറ്റ, ടാറ്റ അല്ല ഇന്ത്യ എന്ന്. ടാറ്റ ലാഭത്തിനു വേണ്ടി കച്ചവടം നടത്തുന്ന കോർപ്പറേറ്റ് സ്ഥാപനം മാത്രമാണ്. അവിടെയാണ് സജിക്ക് പാളിയത്. ടാറ്റയാണ് ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ടാറ്റ ഇസ്രായേലുമായി പ്രതിരോധ സഹകരണത്തിൽ ഏർപ്പെടുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ഭാഗമായാണ്. ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായി ഒരു സംയുക്ത പ്രവർത്തന സമിതി പ്രവർത്തിച്ചു വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇസ്രായേലി എയ്റോസ്പേസ് ഇൻഡസ്ട്രിയുമായി 2008 ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് $200 മില്യൺ സംയുക്ത സംരംഭം നോവ ഇന്റർഗ്രേറ്റഡ് സിസ്റ്റംസ് എന്ന പേരിൽ തുടങ്ങുകയും റഡാർ, ഡ്രോണുകൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവ നിർമ്മിക്കുകയും ചെയ്തു വരുന്നു. ഇത്തരത്തിലുള്ള പ്രതിരോധ സഹകരണം രാജ്യത്തിന്റെ പ്രതിരോധ അനിവാര്യതയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യകൾ നമുക്ക് കിട്ടുന്നു. ഈ ടാസ് തന്നെയാണ് റഫാലിന്റെ വിമാനഘടന ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. ടാറ്റ എന്ന കോർപ്പറേറ്റിനെ രാജ്യത്തോട് ഉപമിക്കുന്നത് മഹാ അപരാധമാണെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇസ്രായേൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കൂ. ഒരു പ്രതിഷേധവും എനിക്കില്ല. പക്ഷേ പ്രതിരോധ രംഗത്ത് ദേശ താൽപര്യത്തിനായി ടാറ്റയുടെ കമ്പനി സഹകരിക്കുന്നു എന്ന പേരിൽ ടാറ്റയുടെ തുണിക്കട ഇന്ത്യൻ തെരുവുകളിൽ ബഹിഷ്കരിച്ചാൽ അത് അപലപിക്കപ്പെടും. രാജ്യത്തിന്റെ പ്രതിരോധ താൽപര്യം സംരക്ഷിക്കാൻ ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു കമ്പനിക്ക് അക്കാരണത്താൽ അയിത്തം കൽപ്പിച്ചാൽ അത് രാജ്യത്തിനോട് ചെയ്യുന്ന അപരാധമായി ഞാൻ കരുതിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ തള്ളിപ്പറയില്ല. ഇക്കാരണത്താൽ ടാറ്റയ്ക്ക് അയിത്തം കൽപ്പിക്കുന്നതാണ് മഹാ അപരാധം. ഇന്ത്യയിലെ ഏത് സ്വകാര്യ കോർപ്പറേറ്റിനെ ബഹിഷ്കരിക്കുന്നതും രാജ്യവിരുദ്ധമല്ല. ശരിയാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ടാറ്റയെ ബഹിഷ്കരിക്കാൻ തിരഞ്ഞെടുത്തതിന്റെ കാരണം ഇന്ത്യയുടെ ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ്. നിങ്ങൾ മറ്റേത് കോർപ്പറേറ്റിനെയും തിരഞ്ഞെടുത്തോളൂ, അപലപിക്കില്ല. പക്ഷേ ടാറ്റയുടെ തുണിക്കച്ചവടത്തിന് അയിത്തം കൽപ്പിക്കാനുള്ള കാരണമാണ് ഇവിടെ പ്രശ്നം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കാൻ കൂട്ടാക്കാതെ ഇരുന്ന എൻ്റെ കുറിപ്പിൽ എന്താണുള്ളതെന്ന് ഒന്നുകൂടെ വായിക്കുക. പ്രതിരോധ രംഗത്ത് ഇസ്രായേലുമായി ടാറ്റ സഹകരിക്കുമ്പോൾ നിങ്ങൾ ബഹിഷ്കരിക്കുകയാണെങ്കിൽ നാളെ ഇന്ത്യയെയും നിങ്ങൾ ബഹിഷ്കരിക്കില്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. കാരണം നമ്മുടെ പ്രതിരോധ ശക്തിയുടെ ആണിക്കല്ലുകളിലൊന്നാണ് ഇസ്രായേൽ. പാകിസ്ഥാന്റെ ഡ്രോണും മിസൈലും നിഷ്പ്രഭമായെങ്കിൽ അത്തരം സാങ്കേതിക വിദ്യ ഇന്ത്യ നേടിയതിന്റെ ചരിത്രമൊന്ന് വായിച്ചറിയുന്നത് നന്നായിരിക്കും. ഇന്ന് ടാറ്റയ്ക്കെതിരെ ചൂണ്ടിയ വിരലുകൾ നാളെ നാടിനെതിരെ ചൂണ്ടപ്പെടാതിരിക്കാനുള്ള കരുതലായിരുന്നു എൻ്റെ വാക്കുകൾ. സാധാരണക്കാരായ മനുഷ്യരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് റോഡിലിറക്കുന്നത് പ്രതിഷേധാർഹമാവുന്നത് ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ്. നിങ്ങൾ വിട്ടുപിടി. റീബോഗും മൈക്രോസോഫ്റ്റും ഒക്കെ ബഹിഷ്കരിച്ച് മാതൃക സൃഷ്ടിക്കൂ. അവിടെ ബഹിഷ്കരണമല്ല വിഷയം, രാജ്യസുരക്ഷയും പ്രതിരോധ താൽപര്യവുമാണ്. സൗഹൃദത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് പിണങ്ങില്ല എന്ന് കരുതി പറയട്ടെ എന്ന് താങ്കൾ പറയുകയുണ്ടായി. സൗഹൃദത്തിന് ഉപാധികളൊന്നുമില്ല സജി. നന്മയാർന്ന സൗഹൃദങ്ങളെ ബലപ്പെടുത്തുന്ന തൂണുകളാണ് വിമർശനങ്ങൾ. സജിയിലെ മനുഷ്യന്റെ നന്മ അറിയുവാൻ എനിക്കൊരു ഇൻസ്റ്റാൾമിസ്റ്റ് ആകേണ്ടതിന്റെ കാര്യമില്ല. സജി ഇനി നാളെ ഒരു അഭിഭാഷകനോ ചരിത്രകാരനോ ഒരു വലതുപക്ഷ തീവ്രവാദിയോ ആകേണ്ടതില്ല. എൻ്റെ സൗഹൃദങ്ങളിൽ രാഷ്ട്രീയം ഞാൻ കലർത്താറില്ല. സജി എപ്പോഴാണോ ദുരുദ്ദേശത്തോടെ ഒരു കാര്യം എനിക്കെതിരെ ചെയ്യുന്നത് ആ സമയം വിഷമം തോന്നിയേക്കാം. പക്ഷേ അതൊന്നും സൗഹൃദത്തെ ബാധിക്കില്ല. ഇതൊന്നും നിങ്ങളുടെ പോസ്റ്റടിയിൽ എനിക്കെതിരെ കമന്റ് ഇടുന്ന കാട്ടപരാധങ്ങൾക്ക് കടപ്പാട് ജോർജ് സാർ അറിയില്ലല്ലോ. പ്രിയ സുഹൃത്തെ ഹസനുൽ ബന്ന, നിങ്ങളുടെ പോസ്റ്റിന്റെ അടിയിൽ CPM സമാനമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതിനെതിരെ ഞാൻ പ്രതികരിച്ച് കണ്ടില്ലല്ലോ എന്ന് കമന്റ് ഇടുകയുണ്ടായി. ആ ഒരാഴ്ച മുൻപ് ഞാൻ സജി മാർക്കോസിന് വാ തുറന്ന് രാഷ്ട്രീയ അഭിപ്രായം പറയാൻ കഴിയാതെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആർക്കും ടാറ്റയെയോ മൈക്രോസോഫ്റ്റിനോ ബോയ്ക്കോട്ട് ചെയ്ത് പ്രകടനം നടത്തുവാൻ കഴിയാത്ത ബഹ്റിൻ യാത്രയായിരുന്നു. വാർത്ത അറിയാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കുക. ആ വിഷയത്തിലും സമാന അഭിപ്രായത്തിൽ അപലപിക്കുന്നു. പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ വിധിയിൽ വിഷമമുണ്ട്.
ഈ സംഘർഷത്തിന്റെ തുടക്കം മുതൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോ മനുഷ്യജീവനും നഷ്ടപ്പെടാതിരുന്നതായിരുന്നു. പക്ഷേ അതിനുള്ള മറുമരുന്ന് ഇന്ത്യൻ പ്രതിരോധ നയത്തിനെതിരെ തിരിയുകയല്ല, പിന്നെ ചാനൽ ചർച്ചയിൽ വരുന്നതിനെക്കുറിച്ചൊക്കെ കുറെ മതമൗലികതവാദികൾക്ക് ആക്ഷേപം പറയാൻ നിങ്ങൾ പേജിൽ അവസരമൊരുക്കി. അതിനൊന്നും നിങ്ങൾക്ക് മറുപടി പറയുന്നില്ല. വായിച്ച് നിർവൃതി കൊണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരം സുഡാപ്പികളുടെ സന്തോഷത്തിനായി ചാനൽ ചർച്ചകളിൽ ഞാൻ ഇനിയും വരും. എൻ്റെ ബോധ്യങ്ങൾ പറയും. ഫീസ് വാങ്ങി ഇത്രയും നാളായി ഞാൻ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുക എന്നത് എൻ്റെ ഹോബിയാണ്. ഇവന്മാർ ഫേസ്ബുക്കിൽ നാട്ടുകാരെ ചീത്തയും പറഞ്ഞ് നാടിനെതിരെ അസഭ്യ വർഷം മുഴക്കി സമയം ചിലവഴിക്കുമ്പോൾ ഞാൻ നിയമ അഭിപ്രായം പറഞ്ഞ് ഏതാനും മിനിറ്റുകൾ സന്തോഷമടയുന്നു. ബെർണോൾ നല്ലതാണ് പുരട്ടുക. സജി മാർക്കോസ് PS. പ്രിയപ്പെട്ട സജി, എൻ്റെ ഈ മറുപടി താങ്കൾ നേരത്തെ എൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തതുപോലെ ഷെയർ ചെയ്യാനുള്ള ധൈര്യവും ധർമ്മബോധവും കാട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് അഡ്വക്കേറ്റ് അഭിലാഷ് തൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ടാറ്റയുമായി ബന്ധപ്പെട്ട നിരവധി ബഹിഷ്കരണങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. അതായത് പലസ്തീൻ അനുകൂലികൾ, ഹമാസ് അനുകൂലികൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞുകൊണ്ട് ബഹിഷ്കരിക്കുന്ന ഒരു നടപടി. അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബംഗ്ലാദേശ് ഒരു മുസ്ലിം രാഷ്ട്രമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അയൽ രാജ്യങ്ങളായിരുന്നു, സൗഹൃദ രാജ്യമായിരുന്നു. ഇപ്പോൾ യുനെസ് വന്നതിന് ശേഷം ബംഗ്ലാദേശുമായി ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള ആത്മബന്ധവും സൗഹൃദവും ഒന്നുമില്ല. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, ബംഗ്ലാദേശ് ഇന്ത്യക്ക് പണി കൊടുക്കാൻ നോക്കിയപ്പോൾ ഇന്ത്യ പറഞ്ഞു, നിങ്ങളുടെ ടെക്സ്റ്റൈൽ വ്യാപാരം ഞങ്ങൾക്കിനി ആവശ്യമില്ല. ഞങ്ങൾ പുറത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് തുണി വാങ്ങിയാലും ബംഗ്ലാദേശിൻ്റെ തുണിത്തരങ്ങൾ ഞങ്ങൾക്കിനി ആവശ്യമില്ല. ബംഗ്ലാദേശിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്നാണ്. ഇന്ത്യ 148 കോടി ജനങ്ങളുള്ള ഇന്ത്യൻ വിപണിയിലല്ലാതെ മറ്റൊരു വിപണിയിലും ബംഗ്ലാദേശിൻ്റെ തുണിത്തരങ്ങൾ വിറ്റുപോലും. ബംഗ്ലാദേശിൻ്റെ തുണിത്തരങ്ങൾക്ക് ഏറ്റവും ഡിമാൻഡുള്ളത് ഇന്ത്യൻ വിപണികളിലായിരുന്നു. അവിടെയാണ് ഇന്ത്യ തക്കതായ തീരുമാനമെടുത്തത്. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം നടക്കുന്ന സമയത്ത് ബംഗ്ലാദേശിലെ ഒരു മേജർ ജനറൽ പറഞ്ഞു, പാകിസ്ഥാനൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നമുക്ക് പിടിച്ചെടുക്കണം എന്നുള്ളത്. അന്നൊന്നും ഇന്ത്യ മൗനം പാലിച്ചു. ഒരു തരത്തിലുമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനോ നിലപാടുകൾ സ്വീകരിക്കാനോ ഇന്ത്യ മുതിർന്നില്ല. പക്ഷേ ഇന്ത്യ തക്കതായ മറുപടി നൽകി. അതായത് ബംഗ്ലാദേശുമായി ഒരു സഹകരണത്തിനും ഞങ്ങളില്ല. ഹസീന തിരിച്ചു വരുന്നുണ്ട് എങ്കിൽ ഹസീനയ്ക്ക് എല്ലാ പിന്തുണയും നൽകും. അതിനപ്പുറം യുനെസിനോ യുനെസ് സർക്കാരിനോ ഒരു തരത്തിലുമുള്ള പിന്തുണ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല, ഇന്ത്യ തരികയുമില്ല എന്ന കൃത്യമായ നിലപാട് സ്വീകരിച്ചു. അതിന് പിന്നാലെയാണ് ഇന്ത്യയിലെ ടാറ്റയെ ബഹിഷ്കരിക്കുക, ടാറ്റയുടെ സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള തുണി തരങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ള ആവശ്യമായി സുഡാപ്പികൾ രംഗത്തിറങ്ങിയത്. പക്ഷെ അത് പാളിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സ്റ്റുഡിയോയ്ക്ക് അതിനുശേഷം വൻ നേട്ടമാണ് ഉണ്ടായത്. നേരത്തെ ഉണ്ടായതിനേക്കാൾ ലാഭമാണ് ബലിപ്പെരുന്നാൾ സമയത്തൊക്കെ സ്റ്റുഡിയോയ്ക്ക് ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത്. അതോടുകൂടി സുഡാപ്പികൾ എല്ലാം അവസാനിച്ച് ഓടേണ്ടി വന്നു എന്നാണ് കേൾക്കുന്നത്.